ഹലോ ഗെയ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് പേപ്പർ സ്ട്രോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എന്താ ചെയ്യുന്നതെന്ന്. പേപ്പർ സ്ട്രോ കൊണ്ട് നല്ല അടിപൊളി ഒരു പേനയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ പഴയ ഒരു റിഫിലറാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ മേടിച്ച് വെച്ചിരിക്കുന്ന ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ച് വെച്ചിരിക്കുന്ന ഒരു സ്കെച്ച് പെന്നാണ്. അപ്പോൾ അത് ആക്രിലിക് കളർ മതിയാവും. ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടി അത് മേടിച്ചതേ ഉള്ളൂ. നമ്മൾ കുറച്ച് ഗ്ലൂ എടുത്തിട്ടുണ്ട്. ഇത് കട്ടിയുള്ള ചരടാണ്. ഒരു ചെറിയ വൈറ്റ് ബീഡ് എടുത്തിട്ടുണ്ട്. ചെറിയൊരു പേപ്പർ കഷ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പേനയുടെ ഫില്ലർ ഇരിക്കുന്ന ഭാഗമൊന്ന് നമുക്ക് ഒരു ചെറിയ പേപ്പർ കൊണ്ട് ചുരുട്ടിയെടുക്കാം. ഇതിൽ ഏത് കളർ പേപ്പർ വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മൾ ചുറ്റിയെടുക്കുമ്പോൾ ഇച്ചിരി പശ ആഡ് ചെയ്തിട്ട് വേണം ചുറ്റിയെടുക്കാൻ. അപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും. കണ്ടില്ലേ, ഇതുപോലെ നല്ലതായിട്ട് ഉറച്ചതവിടെ ഇരുന്നോളും. ഇങ്ങനെ ഒരു ചുറ്റ് എടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് പേപ്പർ സ്ട്രോയിലോട്ടത് കയറ്റാൻ പറ്റുള്ളൂ. നമുക്ക് ആ പേപ്പർ സ്ട്രോയിലോട്ടൊന്ന് കയറ്റി നോക്കാം. ബാക്ക് സൈഡൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒട്ടിക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ ബാക്ക് സൈഡ് ഓപ്പണായിട്ട് തന്നെ ഇട്ടേക്കുവാണ്. കാര്യം നമ്മൾ പശ ആഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ തന്നെ അത് ഓൾറെഡി ഫിറ്റായിട്ടിരിക്കും. അതുകൊണ്ടാണ് ബാക്ക് സൈഡ് ഒരു അടപ്പോയിലേക്ക് ക്യാപ്പൊന്നും കൊടുക്കാതെ ചെയ്യുന്നത്. നമ്മൾ കുറച്ച് പശ ഇതിൻ്റെ വായ് ഭാഗത്ത് തേച്ചിട്ട് ആ നിബ്ബ് വെച്ചിട്ട് അടച്ച് വെക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മളതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ അതിന് പുറമെ കുറച്ച് പശയോടെ ആഡ് ചെയ്യാം. പശ ആഡ് ചെയ്തില്ലെങ്കിലും ഓൾറെഡി നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ട്. ഇനി ഇതുപോലൊരു ചെറിയ സ്ട്രോയുടെ കഷ്ണം നമ്മൾ മുറിച്ചെടുത്തു. അതതിൻ്റെ നിബിൻ്റെ ഭാഗം വഴി ഒന്ന് കയറ്റിയിട്ടുണ്ട്. ഇത്രയിട്ടൊന്ന് ഉറപ്പിച്ചിരിക്കാനായിട്ട്, എഴുതുമ്പോൾ ഒന്ന് തെന്നിയൊന്നും പോകാതിരിക്കാനായിട്ട് സഹായിക്കും. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓൾറെഡി നമ്മൾ പശ തേക്കുമ്പോൾ തന്നെ പേന ഓൾറെഡി സെറ്റാവും. ഇനി നമ്മൾ അതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പോവുകയാണ്. നേരത്തെ എടുത്ത പോലത്തെ ഒരു കനം കുറഞ്ഞൊരു പേപ്പർ കഷ്ണം എടുത്ത് ഒരു ഡോളിൻ്റെ ഷേപ്പിൽ നമ്മൾ വെട്ടിയെടുക്കാൻ പോവുകയാണ്. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ എൻ്റെ ഐഡിയയ്ക്കൊന്ന് ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് മുയലിൻ്റെ ഷേപ്പോ കുരങ്ങിൻ്റെ ഷേപ്പോ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്യാം. കളറിന് വേണ്ടി ഞാൻ സ്കെച്ച് എടുത്തു. നിങ്ങൾക്കത് ആക്രിലിക് കളറാക്കോ അല്ലെങ്കിൽ ക്രയോൺ യൂസ് ചെയ്തോ ചെയ്യാം. അപ്പം നമ്മളതിൻ്റെ പേനയുടെ ബാക്ക് സൈഡിൽ കാർഡ്ബോർഡിൻ്റെ പീസ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു സെറ്റ് പേപ്പർ സ്ട്രോ മേടിച്ചതിന് 12 രൂപയാണ്. അപ്പോൾ 1 രൂപ വില വെച്ച് 12 എണ്ണം നമുക്ക് കിട്ടി. അത് ഫുള്ളുണ്ടാക്കി നമുക്ക് 12 പേന ഇരുന്നുണ്ടാക്കാം. അപ്പോൾ ഈ പേപ്പറൊക്കെ ചുറ്റിയെടുത്ത് നമ്മൾ കഷ്ടപ്പെടുന്ന ടൈം ഉണ്ടെങ്കിൽ ഇതുപോലെ പേപ്പർ സ്ട്രോ വെച്ച് നമുക്ക് നന്നായിട്ടുണ്ടാക്കാം. പേപ്പർ സ്ട്രോയ്ക്ക് അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉള്ളതാണ്. പേപ്പർ പോലെ പെട്ടെന്ന് അത് ചുരുങ്ങിയൊന്നും പോകത്തില്ല, കുറേ നാളത് ഇരിക്കും.
അപ്പോൾ നമ്മൾ പേപ്പർ സ്ട്രോ മേടിച്ചപ്പോൾ പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ്. എല്ലാവരും പേപ്പർ വെച്ചിട്ട് പേന ചെയ്യുന്നെങ്കിൽ പിന്നെ നമുക്ക് സ്ട്രോ വെച്ചിട്ട് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നൊരു ചിന്തയിൽ നമുക്ക് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും ഈസി പേപ്പർ സ്ട്രോ വെച്ച് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. അതാകുമ്പോൾ കുറച്ചുകൂടെ നല്ല കട്ടിയുണ്ട്, പെട്ടെന്ന് ഒടിഞ്ഞൊന്നും പോയില്ല. 12 രൂപ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് 12 പേന ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മളതിൻ്റെ കൈ പോലെ 2 ചരട് അതിൽ ഒട്ടിച്ച് കൊടുത്തായിരുന്നു. കൈയും കാലും ചരട് കൊണ്ട് ഒട്ടിച്ചു. അത് ഒട്ടിക്കുന്നതിന് മുന്നേ ആ ചരടിൻ്റെ അടിഭാഗം ഒരു കെട്ടിയിട്ടിട്ടുണ്ട്. ഓരോ കെട്ട് വീതം ഇട്ടിട്ട് കൈയും കാലായിട്ട് നമ്മൾ ഒട്ടിച്ച് കൊടുത്തു. ഇനി ഒരു വൈറ്റ് സ്റ്റോൺ ഞാനൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് സ്റ്റോണൊന്നും ഒട്ടിക്കേണ്ട, ഉള്ളവർ എന്തെങ്കിലും ഉള്ള പോലെയൊക്കെ ചെയ്യുക. ഞാനിപ്പം സ്റ്റോൺ കയ്യിൽ ഇരുന്നുകൊണ്ടാണ് അത് കൊടുത്തത്. അപ്പോൾ ഈ സ്ട്രോയുടെ മുകൾ ഭാഗത്ത് നമുക്കതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളതൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കളറും കൊടുക്കാതെ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പം ഇതൊക്കെ കുട്ടികളൊക്കെ ഇങ്ങനത്തെ വർക്കുള്ള സാധനങ്ങളൊക്കെ കുട്ടികൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് കളർഫുള്ളായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ മുടിയുടെ ഭാഗം കട്ടിയുള്ള പേപ്പർ കഷ്ണത്തിൽ വെട്ടിയെടുക്കുകയാണ്. ഈ വർക്കൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം. ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ നമുക്കൊരു 12 പേന ഈസി ആയിട്ട് ചെയ്യാമെന്നുള്ള കേസേ ഉള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ ഫോം ഷീറ്റൊക്കെ മേടിച്ചിട്ട് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ അത് വീട്ടി ഇതുപോലെ കളറൊക്കെ കൊടുത്ത് നല്ല നല്ല ഡിസൈനൊക്കെ ചെയ്ത് അടിപൊളി പേന നമുക്കുണ്ടാക്കാം. വെറും 12 രൂപ മുടക്കി ഒരു സെറ്റ് പേപ്പർ സ്ട്രോ മേടിക്കുക. 12 റീഫില്ലറും കൂടെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു 12 പേനയോളം ഉണ്ടാക്കാം. വളരെ എളുപ്പമാണ്. അപ്പം നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം തീർച്ചയായിട്ടും. വെറുതെ പേപ്പറൊക്കെ ചുരുട്ടി സ്ട്രോ പോലെ ഉണ്ടാക്കി വരുന്ന ഒരു ടൈം കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. വെറുതെ ഫില്ലർ കയറ്റി അങ്ങ് വെച്ചാൽ മതിയാകും. അപ്പോൾ നമ്മൾ ആ ഹെഡിൻ്റെ ഭാഗം ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം അതിൻ്റെ ഫുൾ ഭാഗം ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ വൈറ്റ് ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. അപ്പം കുട്ടികളൊക്കെ ഒന്ന് അട്രാക്റ്റ് ചെയ്യാനായിട്ട് നമ്മളൊന്ന് കളർഫുള്ളൊന്ന് ആക്കിയേക്കാം. അപ്പോൾ ഹെയറിന് നമുക്ക് കളർ കൊടുക്കാം, ബ്ലാക്ക് കളർ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു സെറ്റ് സ്കെച്ച് പെൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇരുന്ന് പഴകിയതാണെന്ന് തോന്നുന്നു. വലിയ കളർ അടിച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ എന്നാലും സാരമില്ല, നമ്മളിതൊന്ന് ജസ്റ്റ് നിങ്ങളെ ഈ ഒരു ഐഡിയ ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നല്ല ക്രയോണോ നല്ല സ്കെച്ചൊക്കെ മേടിച്ചിട്ട് നന്നായിട്ട് ഇതിലും മികച്ച രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ സ്കെച്ച് കൊണ്ട് തന്നെ ഞാൻ ബാക്കി ഇത് ചെയ്ത് കാണിക്കാം. വലിയ കളറൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. കളറൊന്നും നല്ല രീതിയിൽ തെളിഞ്ഞ് കാണുന്നില്ല. കുഴപ്പമില്ല, നമുക്ക് വീണ്ടും അതിൻ്റെ പുറത്തൂടെ ഓരോ കോട്ടുകൂടെ അടിച്ച് നോക്കാം. അപ്പം നല്ല കളർ കിട്ടുമായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിലും ബെറ്ററായിട്ട് നിങ്ങൾ ചെയ്തോണം. ആക്രിലിക് കളറൊക്കെ ഉപയോഗിച്ച് ചെയ്യാം. നല്ല ക്രയോൺസൊക്കെ ഉണ്ട്, അതൊക്കെ കൊടുത്താലും മതിയാവും. കണ്ണൊക്കെ വരച്ചിട്ടൊന്നും കറക്റ്റായിട്ട് തെളിഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ കറക്റ്റ് ചെയ്തോണം. പേപ്പർ സ്ട്രോ ഒക്കെ കിട്ടിയാൽ
നിങ്ങൾ മേടിച്ച് വെച്ചേക്കുക. നമുക്കിനി പേപ്പർ സ്ട്രോ ഒക്കെ വെച്ച് അടിപൊളി ക്രാഫ്റ്റൊക്കെ ഇനിയും ചെയ്യാം. ഇനി നമുക്ക് ഡ്രസ്സിന് കുറച്ച് കളറൊന്ന് കൊടുത്ത് നോക്കാം. ഇപ്പം നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിന് പകരം നല്ല നല്ല നിറമുള്ള ക്ലോത്തൊക്കെ വെട്ടി ഒട്ടിച്ച് ഡിസൈൻ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. പേനയുടെ സൈഡിലൊക്കെ ഓരോ പലതരത്തിലുള്ള തുണിയുടെ കുഞ്ഞു കഷ്ണങ്ങളൊക്കെ നിങ്ങൾ ഒട്ടിച്ച് നോക്കിയാൽ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനിലത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇതുവരെയും കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി ചാനൽ കണ്ട് നമ്മുടെ വർക്കൊക്കെ ഒന്ന് കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. നമ്മൾ തുടക്കക്കാരിയാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുണ്ട്. സപ്പോർട്ടില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എത്ര കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തെന്ന് പറഞ്ഞാലും നിങ്ങളുടെ സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കാണുന്ന ഓരോ വീഡിയോയും കണ്ട ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. നമ്മൾ ഇടുന്ന എല്ലാ വർക്കുകളും കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ഇനി നിങ്ങൾ കറക്റ്റ് ഓൾ ബട്ടൺ തന്നെ ക്ലിക്ക് ചെയ്യാൻ നോക്കുക. ഓൾ ബട്ടൺ തന്നെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന വർക്കുകളെല്ലാം കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കണ്ട് ലൈക്കൊക്കെ ഇട്ട് നമ്മൾ ഷെയർ ചെയ്യാതെ പോകരുത്. ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസ് രേഖപ്പെടുത്തുക. പോരായ്മകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ധൈര്യമായിട്ട് നമ്മളോട് പറയാം. ഒരു കുഴപ്പമില്ല, നമ്മളതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും. നമ്മൾ തുടക്കമായതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പോഴും പഠിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. മറ്റുള്ളവരുടെ ചാനലൊക്കെ കണ്ടും നമുക്ക് എന്താ പോരായ്മ ഉള്ളതെന്നൊക്കെ സ്വയം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പോരായ്മകളൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് തരിക. അപ്പോൾ നമ്മൾ രണ്ട് സൈഡും ഒന്ന് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും